വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായി എന്ന് എനിക്കറിയാം. ചിലപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഞാൻ ഇതിനു മുൻപ് ഇത് പോമഡോറോ ടെക്നിക് എന്നുള്ളത് ബ്രെയിൻ എക്സസൈസ് എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് തികച്ചും ഒരു ബ്രെയിൻ എക്സസൈസ് തന്നെയാണ്. അപ്പോൾ എന്താണ് പോമഡോറോ ടെക്നിക്? പോമഡോറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും മുഷിപ്പും മടുപ്പും ഇല്ലാതെ കോൺസെൻട്രേഷൻ കൂട്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും ഭംഗിയായി ഡെഡിക്കേറ്റഡ് ആയി ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ്. അപ്പോൾ ഈ പോമഡോറോ ടെക്നിക്ക് വഴി നമ്മൾക്ക് OET അല്ലെങ്കിൽ IELTS എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ തോൽവിക്ക് കാരണം നിങ്ങളുടെ പഠന രീതി തന്നെയാവാം. നമ്മളുടെ എല്ലാം ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ് അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ലോഡ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ പേഴ്സണലായി നമ്മൾക്കൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ നമ്മൾക്കൊരു ഹാപ്പിനെസ് എങ്ങനെ കണ്ടുപിടിക്കാം? പോമഡോറോ ടെക്നിക്ക് വഴി നിങ്ങൾക്ക് പഠിക്കുക മാത്രമല്ല നിങ്ങളുടെ ജോലിയും ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ടൈം സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. സക്സസ് റേറ്റ് കൂട്ടുവാനുള്ള ഒരു ഉപാധിയാണ് പോമഡോറോ ടെക്നിക്. ഇനി വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് വരാം. നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു ബ്രെയിൻ എക്സസൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ടൈം മാനേജ്മെന്റ് ആണ് ഇതിന്റെ ഏറ്റവും സുപ്രധാന ഘടകം. ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് 1 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ തികച്ചും മടുപ്പുള്ളവരാകും. അതിനു പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളൊരു കണ്ടിന്യൂസ് ഒരു 25 മിനിറ്റ്സ് ആ ഒരു ടാസ്ക് ചെയ്യുക. ഇപ്പോൾ വായിക്കുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും ഇപ്പൊ ജോലിയിലാണെങ്കിലും ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയി നിങ്ങൾ ജോലി ചെയ്യുന്നു. അതൊരു ക്വയറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് ശാന്തമായി ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം ഇരുന്ന് ചെയ്യാൻ. ഇപ്പൊ റീഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും, റീഡിങ്ങോ ലിസണിങ്ങോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു 25 മിനിറ്റ്സ് ശാന്തമായ ഒരു പ്ലേസിൽ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒരു 25 മിനിറ്റ്സ് കൂടെ വീണ്ടും ചെയ്യുന്നു. ആ സെയിം കാര്യം അല്ലെങ്കിൽ വേറെ ഒരു റീഡിങ്ങോ ഒരു ലിസണിങ്ങോ നിങ്ങൾ ചെയ്യുന്നു. ആ 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. വീണ്ടും ആ 5 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം തേർഡ് റൗണ്ട് ഒരു തവണ കൂടി 25 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് ലോങ് ഒരു പ്രോസസ്സിംഗ് ആണ് അല്ലേ? 25 + 25 + 25 നമ്മൾ എത്ര സമയം? മോർ ദാൻ 1 hour 15 മിനിറ്റ്സ് നമ്മൾ റീഡിങ് അല്ലെങ്കിൽ ലിസണിങ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്തത് ആ വർക്ക് ചെയ്തു. അപ്പോൾ തേർഡ് റൗണ്ട് 25 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കുന്നു. അതായത് 30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. 25 to 30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ തികച്ചും ആദ്യത്തെ പോലെ തന്നെ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് പോമഡോറോ ടെക്നിക്. അപ്പോൾ ഈ ടെക്നിക് ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, പഠനം മാത്രമല്ല നിങ്ങളുടെ സ്ഥിര ജോലിയാണെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഇടയ്ക്കുള്ളൊരു ബ്രേക്ക് നമ്മളെ കൂടുതൽ ഉന്മേഷവാന്മാരായിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് മോർ ദാൻ 25 മിനിറ്റ്സ് അറ്റ് എ ടൈം നമുക്ക് ജോലി ചെയ്യാതെ, അല്ലെങ്കിൽ മോർ ദാൻ 25 മിനിറ്റ്സ് അറ്റ് എ ടൈം നമ്മൾ ലിസണിങ്ങോ റീഡിങ്ങോ ചെയ്യാതെ നമ്മൾ ബ്രേക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആകും, ഫ്രഷ് ആകും, നമുക്ക് ബോറടിക്കില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മൾക്ക് റിസൾട്ട് ഉറപ്പാണ്, നമ്മുടെ ലൈഫും ഹാപ്പി ആകും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയല്ലേ? പോമഡോറോ ടെക്നിക്ക് പരീക്ഷിച്ചതിന് ശേഷം എന്നെ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ അനുഭവം ഒന്ന് അറിയിക്കുമോ? ഇനി വളരെയധികം ഒരുപാട് രസകരമായ ടെക്നിക്കുകളുമായി ഞാൻ വേഗം വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.